മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. കോൺഗ്രസിൽ മാത്രമായി അത് ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനം. പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ കെ.എസ്.യുവിന് പിന്നാലെ പോഷക സംഘടനയായ മഹിളാ കോൺഗ്രസിലും സതീശനെതിരെ യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കെ.പി.സി.സി ആസ്ഥാനത്ത് ചേർന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രമേയം പാസാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം.പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അഹങ്കാരം വെടിഞ്ഞ് പാർട്ടിക്ക് വിധേയനാകണം എന്നാണ് പ്രമേയത്തിലെ ആവശ്യം. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം ശരിയല്ല. ഒരാവശ്യവുമായി സമീപിച്ച മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി സതീശൻ അപമാനിച്ചു. മഹിളാ കോൺഗ്രസിനോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം ശരിയല്ല, വേണ്ട പരിഗണന സംഘടനയ്ക്ക് നൽകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് പല നേതാക്കളും ഉന്നയിച്ചിരിക്കുന്നത്. തുടർന്നാണ് പ്രമേയം അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസാക്കിയത്. ഈ പ്രമേയം ഹൈക്കമാൻഡിനും കെ.പി.സി.സി അധ്യക്ഷനും നൽകാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ LDF സർക്കാരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അവഗണനയും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി പാർട്ടിക്ക് വേണ്ടി പോരാടിയവരാണ് തങ്ങളെന്നും, എന്നാൽ ആ പരിഗണന പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുമുള്ള പരിഭവം മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു എന്നാണ് പല നേതാക്കളും ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിലെ ചേരിപ്പോരാണെന്ന് മറുവിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ജബി മേത്തർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ.സി. വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്നവരാണ്. അതിനാലാണ് ഇവരും മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധമുഖം തുറക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അടുത്തിടെയാണ് ലോയേഴ്സ് കോൺഗ്രസും വിദ്യാർത്ഥി സംഘടനയായ കെ.എസ്.യുവും സതീശനെതിരെ പരസ്യയുദ്ധം നടത്തി രംഗത്ത് വന്നത്. ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിലുള്ള എതിർപ്പായിരുന്നു ഇതിന് കാരണം. കോൺഗ്രസ് അനുഭാവികളായവർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ലെന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് ആരോപിച്ചത്. ഈ വിമർശനം സതീശൻ തള്ളിക്കളയുകയും ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ആരോപണ വിധേയരായവരും ഉണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങളൊക്കെ തള്ളി ഏറ്റുമുട്ടലുമായി മുന്നോട്ട് പോകാനാണ് ലോയേഴ്സ് കോൺഗ്രസ് തീരുമാനിച്ചത്. ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു കെ.എസ്.യുവും മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത്. RSS, SFI പശ്ചാത്തലമുള്ളവരെ ഗവൺമെന്റ് ലീഡർമാരായി നിയമിച്ചു എന്ന് പറഞ്ഞാണ് കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പരസ്യ വിമർശനം ഉയർത്തിയത്. ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിൽ ലോ കോളേജ് കെ.എസ്.യു യൂണിറ്റ് കമ്മിറ്റിക്ക് ഒരു കാര്യവുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം കെ.എസ്.യുവിനെ ചൊടിപ്പിച്ചു. പ്ലീഡർ നിയമന വിവാദം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ച തനിക്ക് അവസരം കിട്ടിയില്ലെന്ന് അലോഷ്യസ് പറഞ്ഞതോടെ വിവാദം കനത്തു. പല പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തു വന്നു. അവരെല്ലാം കെ.സി. വേണുഗോപാൽ അനുകൂലികളായിരുന്നു എന്നത് വിവാദത്തിന് വേറെ മാനം നൽകി. ഒടുവിൽ അലോഷ്യസ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചെങ്കിലും ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ വിവാദങ്ങളെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകുന്ന സതീശനെയാണ് കേരളം കണ്ടത്. മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്ന വിവാദങ്ങളെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ അസംതൃപ്തി വരും ദിനങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കെ.എസ്.യു വിവാദമൊന്ന് അടങ്ങിയപ്പോൾ മഹിളാ കോൺഗ്രസിനെ ഇറക്കി ആരെങ്കിലും മനഃപൂർവ്വം വിവാദമുണ്ടാക്കുകയാണോ എന്ന സംശയം വി.ഡി. പക്ഷത്തിനില്ലാതില്ല.